ഈ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 മാസക്കാലമായി നമ്മൾ നടത്തുന്ന ഈ കലോത്സവം ഇതിൻ്റെ ഫിനാലെ ഏറ്റവും അഭിമാനകരമായി തന്നെ ഈ വേദിയിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ എൻ്റെ സ്വാഗതം ആരംഭിക്കുന്നത്. ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ആദ്യമായി ഈ കലോത്സവത്തെ കണ്ടത്. നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം, പ്രതിഭാ കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഓരോ മേഖലയിലും മേഖലോത്സവങ്ങൾ സംഘടിപ്പിച്ചു പോകുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മേഖലയും റിഫ മേഖലയിൽ അരങ്ങെന്നുള്ള രീതിയിലും മൂറക്കിൽ ഉത്സവമായും അതുപോലെ സൽമാബാദിൽ വർണ്ണോത്സവം എന്നുള്ള പേരിലും മനാമയിൽ ദിശ എന്ന പേരിലും നമ്മൾ നടത്തിപ്പോവാനായിട്ട് ആലോചിച്ചത്. ഉത്സവ കലോത്സവത്തിന്റെ വേദിയിൽ ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് നഷ്ടപ്പെട്ട കലോത്സവ ഓർമ്മപ്പെടുത്താനും നമ്മുടെ കുട്ടികൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പങ്കെടുക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ച പരിപാടിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകും എന്ന് ഞങ്ങൾ കരുതിയത് വ്യത്യസ്തമായിട്ടുള്ള 8ഓളം യൂണിറ്റുകളിൽ 1500ഓളം വരുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ, ചിലപ്പോൾ ഒരുപക്ഷെ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത കുടുംബാംഗങ്ങളെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായി ഞങ്ങൾ 4 ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരെയും 4 വൈസ് ക്യാപ്റ്റന്മാരെയും എല്ലാം ചുമതലപ്പെടുത്തി മേഖലാ കമ്മിറ്റിയിൽ നിന്നും ഞങ്ങളുടെ മേഖലയുടെ പ്രതിനിധി അടക്കം അതിനൊക്കെ ഒരു മത്സരം നടത്തുമ്പോൾ ആ മത്സരത്തിന്റെ ഏറ്റവും വലിയ തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ശ്രമകരമായി പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ ഈ വേദിയിൽ നിൽക്കുന്നത് എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ 33ഓളം മത്സരങ്ങൾ, രചനാ മത്സരങ്ങളിൽ തുടങ്ങി അവസാന മത്സരമായിട്ടുള്ള സിനിമാറ്റിക് ഡാൻസ് വരെ 30ഓളം സിംഗിൾ ആയിട്ടുള്ള ഐറ്റം, 3 ഗ്രൂപ്പ് ഐറ്റങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ ഈ വേദിയിൽ ഇരിക്കുന്നത്. അതിനിടയിലെല്ലാം തന്നെ നമ്മൾ സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം നമ്മുടെ മുന്നിൽ നടത്താനുണ്ടായിരുന്ന ഒരു ബിരിയാണി ഫെസ്റ്റും അതുപോലെ കബഡി ടൂർണമെന്റും കായിക വിനോദം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മേഖല മുൻകാലങ്ങളിൽ നടത്തി വന്ന കബഡി ടൂർണമെന്റ് പൂർത്തീകരിച്ചിട്ടാണ് നമ്മളിതിൽ നിൽക്കുന്നത്. അതിനിടയിൽ ഈദിന്റെ ആഘോഷം വരുന്നു. ഈദിന്റെ ആഘോഷം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈദിന്റെ ആഘോഷത്തോടൊപ്പം പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളും അതുപോലെ പുറത്തു നിന്നുള്ള ചെറിയ കുട്ടികളുടെയും ഒപ്പനയും അറബിക് ഡാൻസും എല്ലാം ഉൾപ്പെടുത്തി ഒരു ആഘോഷ രാവ് നമ്മളൊരു ഫിനാലെ പോലെ തന്നെ നമ്മുടെ പ്രതിഭ ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു വന്നു. ഈ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം മുഴുവനായി ചെയ്തെടുക്കാൻ, വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പങ്കുവയ്ക്കുകയാണ്. 100ഓളം കുട്ടികൾ മാത്രം അന്നത്തെ ഒരു ദിവസം പങ്കെടുത്തു എന്നുള്ളതാണ് ഈ ഈദ് രാവുമായി ബന്ധപ്പെട്ടത്. അതിനുശേഷം ദിശയുടെ രീതിയിൽ നമ്മളുടെ എത്രയോ കുടുംബാംഗങ്ങൾ, കുട്ടികൾ നിരവധിയായി നമ്മുടെ മേഖലയിലെ സംഘടന, നിരന്തരമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം കഴിഞ്ഞ 3 മാസക്കാലം ആവശ്യമായി വന്നപ്പോൾ സംഘടനാ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, അതുപോലെ നമ്മുടെ ഈ ഓരോ പരിപാടിക്കും അതിന് പ്രാതിനിധ്യമുള്ള ജഡ്ജസിന് അതിനുണ്ടാവുകയും കുറ്റമറ്റ രീതിയിലേക്ക് അതിന്റെ വിധി നിർണ്ണയിക്കുകയും ചെയ്തു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജഡ്ജസ്, 35ഓളം ജഡ്ജസ് നമ്മൾ ഈ വേദിയിൽ ഇന്ന് എത്തിച്ചേരുന്നതാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്തുണ എന്ന് പറയുന്നത് ഇതിന്റെ സാമ്പത്തിക പിന്തുണയാണ്. തീർച്ചയായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ സപ്പോർട്ടേഴ്സ്, അതുപോലെ മേഖലയിലെ 3 മാസക്കാലത്തെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചേർന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളും കുട്ടികളെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിനെതിരെയുള്ള സഖാവ് റാഫി കല്ലിങ്ങലാണ് മേഖലാ പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് റാഫി കല്ലിങ്ങലിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യ രക്ഷാധികാരി പി ശ്രീത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ രക്ഷാധികാരി കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് സി വി നാരായണൻ, സഖാവ് സുബൈർ കണ്ണൂർ,
സഖാവ് എൻ വി കുമാർ, അതുപോലെ സഖാവ് വീരമണി, ദിശയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള സഖാവ് വീരമണി എന്നിവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വിജോഷ്, അതുപോലെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ബിനു മണ്ണിൽ എന്നിവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യണം. അതുപോലെ ഈ വേദിയിൽ ഇരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന് ഞങ്ങൾ മുന്നോട്ട് നയിച്ച ഞങ്ങളുടെ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ കുട്ടികളെയും എല്ലാ കുഞ്ഞു കലാകാരന്മാരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി ഈ പങ്കെടുത്ത ഞങ്ങളെ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പേരെയും അഭിവാദ്യങ്ങൾ നൽകുകൊണ്ട് എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ് സാർ. അടുത്തതായി അധ്യക്ഷ സ്ഥാനത്തേക്കായി മനാമ മേഖലാ പ്രസിഡന്റ് റാഫിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും പ്രതിഭയുടെ രക്ഷാചാര്യ അംഗങ്ങൾ, അതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അതേപോലെ മേഖലാ യൂണിറ്റി തലത്തിൽ നിന്ന് വന്ന സഖാക്കൾ, സഹോദരി സഹോദരന്മാരെ, ഈ ചടങ്ങിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പരിപാടികളെയും ആസ്വദിച്ച് എല്ലാവരും പോകണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ 3 മാസത്തെ പരിപാടി കൊണ്ട് പ്രതിഭയ്ക്ക് മനാമ മേഖലയിൽ നിന്ന് ഒരുപാട് നല്ല പ്രവർത്തകരെയും ഭാവിയിലേക്ക് നല്ലൊരു നിലയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിത്രത്തിലൂടെയാണ് ഈ മനാമ മേഖല ഈ ദിശ 2025 അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ എല്ലാ പരിപാടികളും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാനും അത് ജഡ്ജ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഈ 3 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാവരെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അതിന് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ. അടുത്തതായി ഉദ്ഘാടന ചടങ്ങാണ്. അതിലേക്കായി കേരള സഭ അംഗവും രക്ഷാധികാരി സമിതി അംഗവുമായ സഖാവ് സുബൈർ കണ്ണൂരിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹ്റൈൻ പ്രതിഭ മനാമ മേഖല സാംസ്കാരികോത്സവത്തിന്റെ ഫിനാലെയാണ് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. മാർച്ച് 21-ാം തീയതി ആരംഭിച്ച് മനാമ മേഖലയിലെ മുഴുവൻ മലയാളികളിലും ഒരു സർവതല സ്പർശിയായി പ്രവർത്തിച്ചുകൊണ്ട് കലാകായിക രംഗത്ത് സമസ്ത വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ 3 മാസ കാലയളവിനുള്ളിൽ ദിശ വർണ്ണോത്സവത്തിലൂടെ അരങ്ങിൽ ഉത്സവമാക്കി മാറ്റിയ 3 മാസമാണ് കടന്നുപോയത്. കാരണം ബഹ്റൈൻ പ്രതിഭയുടെ 4 മേഖലകൾ കഴിഞ്ഞ 4 മാസമായി ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹത്തിനിടയിലെ വളരെ വലിയ പ്രവാസ സമൂഹമായ മലയാളി സമൂഹത്തിന്റെ എല്ലാം പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ടാണ് ബഹ്റൈൻ പ്രതിഭ അതിന്റെ ജൈത്രയാത്ര നടത്തുന്നത്. 40-ാം വാർഷിക പരിപാടി കഴിഞ്ഞ വർഷം നടന്നതിന് ശേഷം നമ്മുടെ പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റതിന് ശേഷമുണ്ടായ ഒരു പുതിയ ആശയമാണ് മേഖലകൾ അവരുടെ കലാകായിക രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി മുമ്പോട്ട് പോകണമെന്നുള്ളത്. അത് വളരെ കൃത്യമായി അടയാളപ്പെടുത്താൻ മനാമ മേഖലക്ക് കൂടി കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ 3 മാസത്തെ പ്രവർത്തനത്തിലൂടെ അവർ കാണിച്ചിരിക്കുന്നത്. പുതിയ പുതിയ ആളുകളെ സംഘടനയിലേക്ക് ആകർഷിപ്പിക്കുന്നതിനും അതുവഴി കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പുതിയ ദിശാബോധം, ഒരു മതനിരപേക്ഷ സംവിധാനത്തിന് എങ്ങനെയാണ് ആളുകളെ കൂട്ടിച്ചേർക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ആളുകളെ വിളക്കിച്ചേർക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഈ പരിപാടി ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഞാനിവിടെ നിൽക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ്. ഈ വേദി കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റൈൻ പ്രതിഭക്ക്, അതായത് ഇവിടുത്തെ ജനകീയ അംബാസഡറായ
ബാലകൃഷ്ണ ഷെട്ടിയിൽ നിന്നും ബഹ്റൈൻ പ്രതിഭയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന് ബഹ്റൈൻ പ്രതിഭക്കുള്ള ഒരു ആദരവ് ഏറ്റുവാങ്ങിയ ഒരു വേദി കൂടിയാണിത്. നിരവധി മഹാരഥന്മാർ നമ്മുടെ EMS AKG അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച വേദിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വേദി ഏറ്റവും സമ്പുഷ്ടമാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ദിവസമാണിന്ന്. കാരണം നമ്മുടെ പശ്ചിമേഷ്യ ഇന്ന് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കിടക്കുകയാണ്. ഇന്നലെ നമ്മളെ എല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പ്രവാസ മേഖലയിൽ ഉള്ളവരെ, കാരണം അഹമ്മദാബാദിൽ നിന്നും പുറപ്പെട്ട ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം വളരെ പൊടുന്നനെ തകർന്നു വീണ് 250 ആളുകൾ ആ വിമാനത്തിലുള്ളവരും അതിനുശേഷം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ്ങിലാണ് അത് വീഴുകയും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കം 300ഓളം ആളുകൾ അതിലകപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇന്ത്യ പശ്ചിമേഷ്യൻ, അതായത് ഒരു രാജ്യം, അതിന്റെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പരിമിതിയുണ്ട് പറയുന്നതിന്. എന്നാലും അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന ഒരു വിഷയത്തെയാണ് നാം എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊഴിൽ തേടി ഇവിടെ എത്തി ഈ പ്രവാസ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം യുദ്ധഭീതികൾ നമ്മെ എത്രമാത്രം മാനസികമായും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ അലട്ടുന്നുണ്ട് എന്നുള്ളത്. ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന നാളുകൾ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ആദി നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ വംശീയതക്കെതിരെയും മത നിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും വളരെ സുശക്തമായി ധാർമ്മികതയോടുകൂടി ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക എന്ന അന്വേഷണത്തിലാണ് ഇത്തരം സാംസ്കാരിക സംഘടന. അതാണ് ബഹ്റൈൻ പ്രതിഭ കഴിഞ്ഞ 40 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ 40 വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയാം. അധാർമികതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, ഇവിടെ ചൂഷണ വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു കൈത്താങ്ങായി നിൽക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നാം ഇവിടെ കാണേണ്ടത്. ഇവിടെയാണ് മനുഷ്യന്റെ സഹജനെ എങ്ങനെ സഹായിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു വലിയ ആശയത്തിന്റെ പിന്മുറക്കാരായിട്ടുള്ള വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ ഒത്തൊരുമയാണ് നമ്മുടെ ബഹ്റൈൻ പ്രതിഭ എന്ന് പറയുന്ന ഈ സാംസ്കാരിക വേദി തന്നെ. പിന്നെ ഈ ഒട്ടേറെ കുടുംബങ്ങൾ, ഒട്ടേറെ കുടുംബങ്ങളെ ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഹൃദയം കൊണ്ട് അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം. അടുത്തതായി ദിശ 2025 ഗ്രാൻഡ് ഫിനാലയ്ക്ക് ആശംസ അർപ്പിക്കുന്നതായി മുഖ്യ രക്ഷാധികാരി സഖാവ് പി ശ്രീജിത്തിനെ ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സഖാവ് റാഫി, ദിശയുടെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട സഖാവ് സുധീർ, ഇവിടെ സ്വാഗതം ആശംസിച്ച മേഖലാ സെക്രട്ടറി സഖാവ് നിരൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സഖാവ് സ്റ്റീവി, പ്രതിഭയുടെ ജനറൽ സെക്രട്ടറി സഖാവ് ബിജോഷ്, പ്രസിഡന്റ് സഖാവ് ബിനു മണ്ണിൽ, സഖാവ് ദീപ്തി, സഖാവ് ലിവിൻ, അതുപോലെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പ്രതിഭയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഈ കഴിഞ്ഞ 84 ദിവസങ്ങളായി ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അതിൽ പങ്കാളികളായി അതിൻ്റെ അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അതോടൊപ്പം തന്നെ കുട്ടികൾ, വിധി നിർണ്ണയം നടത്തിയിട്ടുള്ള വിധികർത്താക്കൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 4 പതിറ്റാണ്ട് പിന്നിട്ട പ്രതിഭ അതിൻ്റെ ഒരു പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് ദിശ 2025 എന്ന പേരിൽ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ദിശയുടെ സമാപനമാണ് ഇവിടെ നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ഈ പരിപാടിയിൽ ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചതുപോലെ അവർ ആ പരിപാടിക്കകത്ത് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള സന്ദേശം പോലെ ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവോടെ സൂചിപ്പിക്കുകയുണ്ടായി. മാനവികതയുടെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
വംശീയതയുടെ പേരിലും അതുപോലെ തന്നെ യുദ്ധവെറിയുടെ പേരിലും തോക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പടക്കോപ്പുകൾ കൊണ്ട് കുട്ടികളെ പോലും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് വംശീയതയോടും അല്ലെങ്കിൽ മതത്തിന്റെയും ജാതിയുടെയും ഒരു വേലിക്കെട്ടുകളുമില്ലാതെ മഹത്തായ മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഈ കാലത്തിന്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി പ്രതിഭ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ദിശ 2025 തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് എല്ലാ